Several days later. അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായതിനു ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്തായി? സംഗതി കുളമായി. കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. എന്റെ പ്രിൻസെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ലോകത്തുള്ള മലയാളികൾ മുഴുവൻ സെർച്ച് ചെയ്യുന്ന ആരെയാ? പോട്ടോ നിന്നെ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, നീ അതുപോലെ ചെയ്താൽ മതി. അതിന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ട് മോനെ ദീപു? ഇഷ്ടപ്പെട്ടു. അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. സാറിന്റെ വാക്കിലെ പരിഹാസം എനിക്ക് മനസ്സിലായി. ഒരു പെണ്ണിന്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കന്റെ വീടും പരിസരവും എല്ലാം കണ്ട്, പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയും തിന്ന് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയും തിന്ന് അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. താനെന്തോ മറ്റേ വർത്തമാനം ഈ പറയുന്നത്. ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയും തിന്ന് അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? ചളമായെന്നാ തോന്നുന്നു. അപ്പൊ ഇത് എന്നെയും കൊണ്ടേ പോവൂ. சிட்டி, செங்கல்பட்டு, மதுரை, திருச்சி, சேலம், கோயம்புத்தூர், நாட்டார்காடு, சவுத்தார்காடு, எப்பமஸ் வரைக்கும் பார்த்தோம்டா நானு. அருவாக்கமெல்லாம் என்னை டச் பண்ணி டயர்டாகி போய் கிடக்கு. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ മുകളിൽ കയറി. ഇതാണ് പറയുന്നത്, കണ്ടെങ്കി ഇരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നീ കണ്ടതും കേട്ടതൊന്നും ശരിയല്ല. ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയും തിന്ന് അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട ചെറ്റേ. ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെന്റ്, അത് റോങ് ഇന്റൻഷനോട് പറഞ്ഞതല്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട്, അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിന്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. തമാശയാണോ ഉദ്ദേശിച്ചത്? എങ്കിൽ ആ തമാശ ഇവിടെ വേണ്ട. ഇപ്പൊ എന്തായി? ഇരുന്നങ്ങ് അനുഭവിച്ചോ, ഇന്നാ പിടി. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയും തിന്ന് അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത്, ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ, അല്ല എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിലും. ഒരു സീനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. സകല മുതലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോട്. ഓക്കെ, അതിൽ 30 ചെമ്പ് ബിരിയാണി, ഞാനത് കേട്ടത് മുക്കാച്ചെമ്പെന്നും പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. സോറി, ഒരു അബദ്ധം പറ്റി പോയതാണ്. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ എന്താ ഇപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും. അയ്യോ, ഞാൻ ആ ടൈപ്പല്ല സത്യം ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ എന്താ പറയുക, ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഡ്യൂടെ? അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനത് വലിയൊരു തെറ്റുകാരനാണ്. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ഞാൻ അങ്ങനത്തെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടേ പോകൂ. അത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇന്റൻഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. മനസ്സാ വാച കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. സൂക്ഷിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. എൻ്റെ മൈൻഡിൽ എന്താണ്, രായമാണിക്ക സ്റ്റൈലിൽ ഈ സാധനം അങ്ങോട്ട് പോവുകയാണ്, ഞാൻ അങ്ങനെ രീതി പറഞ്ഞു പോയല്ലേ. അപ്പം എൻ്റെ ഉദ്ദേശശുദ്ധി അതാണ്. ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.